ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആറായില്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും തിരക്കില്ലാന്നറിയാം. വീഡിയോ എന്ന് പറയുന്നത് ഇന്നിത് മഷ്റൂം മേടിച്ചിട്ടുണ്ട്, അഥവാ കൂണ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കൂണ് വെച്ചിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. റോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ പാകത്തിന് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഒന്ന് കാണിക്കാൻ പോണത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തന്നെ നമ്മുടെ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഒരു റോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3 ചെറിയ സബോള ചെറുതായിട്ട് അരിഞ്ഞതും കനം കുറച്ച്, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും, അതുപോലെ തന്നെ കൂൺ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചീനിച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാത്രം ചൂടായി കഴിയുമ്പോഴത്തേനും പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ, അതിൻ്റെ പച്ചമണം മാറണ വരെ. ഈ ഒരു നിറമായി കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് സബോള ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്ത് ചേരുന്ന കറിവേപ്പിലയും ഇപ്പം ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തുണ്ട് ഗരം മസാല കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച് മതി. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ സബോള നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേനും ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ടാവും. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി. ഈ ഒരു സമയത്ത് ഈ ഒരു മസാല ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ കൂൺ ചെറുതാക്കി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നേരത്തെ ചേർത്ത് ഉപ്പ് മതിയാവും, പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ അത്. ഇനി പോരായ്ക ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ആ ഒരു മസാലയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മൂടി വയ്ക്കൊന്നും ചെയ്യരുത്, കാരണം കൂണിൽ വെള്ളം ഉണ്ടാവും. മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവി വെള്ളം കൂടി ചേർന്ന് ആകെ ഒരു കുളമായി പോവും. അപ്പോൾ അതിന് നല്ലത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് കിട്ടും, അതായിട്ടോ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കണ ആ ഒരു കൂണിനനുസരിച്ചും അതുപോലെ തന്നെ ആ ഒരു പാത്രത്തിൻ്റെ വെള്ളത്തിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടും ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ കുറേശ്ശെ വെള്ളം അങ്ങനെ ആയി വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതൊന്ന് പതുക്കെ കിടന്നിങ്ങനെ വറ്റി വരണം. അപ്പം മസാലയൊക്കെ നന്നായിട്ട് കൂണിൽ പിടിച്ച് നല്ല ഫ്ലേവറായിരിക്കും കേട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ കൂൺ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ആക്കിയെടുത്താൽ നമുക്ക് നല്ലതുമാണ്. അതുപോലെ തന്നെ ആ ഒരു ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അങ്ങനത്തെ ആ കൂണിലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. ആദ്യം കൂൺ തന്നെയായിട്ട് കഴിച്ച് നോക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ശരിക്കും മസാലയൊക്കെ പിടിച്ചിട്ട്. ഇനി കൂൺ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.